മനമേ ചഞ്ചലമെന്തിനാ കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലമെന്തിനാ കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലമെന്തിനാ. Commit your way to the Lord, trust in him, and he will act. Psalms 37, verse 5. We begin with the sign of the cross, in the name of the Father, and of the Son, and of the Holy Spirit. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread. Forgive our trespasses, as we also have trespass against us. Lead us not into temptation, deliver us from evil one. For thine is the kingdom, power, and the glory, forever and ever. Amen. കവർന്നറിയമേൻ സമാധാനം, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തോട്ടുള്ളാകുന്നു. ദൈവമായ ഈശോ മിശിഹ വാഴ്ത്തോട്ടവനാകുന്നു. വിശുദ്ധകന്യകേ വർത്തമറിയാമമ്മേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാന്റെ വീഴ്ച കൊള്ളണമേ. ആമേൻ. Psalms 121. I lift up my eyes to the hills, from when does my help come? My help comes from the Lord who made heaven and earth. He will not let your foot be moved, but he who keeps you will not slumber. Behold, he who keeps Israel will neither slumber nor sleep. The Lord is your keeper, the Lord is your shade on your right hand. The sun shall not smite you by day, nor the moon by night. The Lord will keep from all evil. He will keep your life. The Lord will keep you going out and coming in from this time forth and forevermore. This is the word of the Lord. Thanks be to God. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പരിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലും നിനക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നിനക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകജാതനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകജാതനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Psalms 91. അത്യുന്നത മറവിൽ വസിക്കുകയും സർവ്വശക്തനിൽ പാർക്കുകയും ചെയ്യുന്നവൻ
യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും ബലവും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ പേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചെറുകിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തനക്ക് പരിചയം പലകയും ആവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇട്ടു സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 1000 പേരും നിന്റെ വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊടുവിനെ നീ നോക്കി ദുഷ്ടന്മാർക്ക് എന്റെ പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ വരികയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് നൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേൽ മടയിന്മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിളിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസുകൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്നേഹിക്കുമാവുന്നു. Abba, Father, we bow our heads before your throne of grace in all humility to worship you and to praise you. In faith, we believe in the word of the Lord and claim your promised word. If 2 or 3 are gathered in my name, I will be there in your midst and answer all your prayers. Master, we feel your presence right here with us. Lord, amen. With hope and gratitude, we gather as a family for your amazing power and blessings in our lives. Help us to fix our eyes and our hearts to do your will and to serve the poor and the homeless. Week after week, we pray with one bent of mind for the needs of others and for all our families and for us and Mary and Vishuddha Home. Thank you, Master, for protecting us all under your divine wings. The people of Israel cried out to you and prayed, and you answered all their prayers. Hallelujah. Father, we pray for the restoration of Wayanad and for all those who have lost their near and dear ones. We pray for all those who are suffering in pain and are homeless. May your mighty hand touch them, strengthen them and bless them as you are our living God. Heavenly Father, we call unto you with trustful faith for this St. Mary and Vishuddha Home, this vision that you have given to our dear Paulo Sachin. In all his true dedication, in fasting and in prayers, may this mission be fulfilled with that divine power and grace. This power that you gave sight to the blind and made the lame walk. May this home for the abandoned, the destitutes and the have-nots be a beacon of light and a place of comfort and consolation, to stand as a testimony of your true love, to glorify your precious name. Nothing is too difficult for you, Master. This is your will, Lord, that the doors of St. Mary and Vishuddha Home be open for all in need, a roof for the roofless, irrespective of caste, creed, and religion. Father, we thank you for the new member who have found a place in our Vishuddha Home to share the joy, and may your glory shine upon them all. Master, you are a provider and a comforter. All the hardships that has happened due to the recent rains, having lost most of the agricultural inputs, we place them with faith in your loving hands to uplift them and render a good harvest. With your grace, as your word is a lamp to our feet and a light to our path, we praise you and worship you, Lord. May the living word of God go deep into our hearts, inspiring in us the true spirit of giving and sharing, enabling us to continue and complete this mission of our Vishuddha Home. We submit this St. Mary and Vishuddha Home in your loving hands. Master, bless all those who are supporting us for this noble cause and for all our donors giving generously for all our needs. May our free community kitchen satisfy the greatest hunger of mankind. May every hand that prepares the food and every heart that gives be blessed. We pray for all our ardent sponsors for the one-day meal and for the home and for all our rice requirements for the month.
We pray for our dear Trimeni and all our dear Achins who lead us in prayer, and for the Holy Kurbana at St. Joseph's Chapel, Trishur. We pray for all our life members, all our well-wishers, and for the communities and other religions for their loving support to our home, and may they all be blessed for the continued support and help. We uphold all our dear doctors and nurses for the charitable and caring services to all our residents of our home. We pray for all our dear service providers and all our staff members who tirelessly serve with such true commitment and affection to all the members of our Vishudha home. We pray that you bless all our ardent members who help us in a monthly magazine and in our online media postings, creating a great impact to serve the poor and the burdened. We pray that you bless all our committed members, taking care of all the financial accounts and requirements by the meticulous planning and guidance. May all our prayer warriors be blessed with your grace. We submit all our dear families into your loving hands. We pray for all those who are sick and those who are in need of our prayers. Touch them by your power and bless them. Loving Father, may the Holy Spirit guide and bless us in the completion of all our ongoing projects, our palliative care home, our retreat center, our free ambulance service, our burial center for the poor, our rice requirement program. May the glory of the Lord be revealed as told in Isaiah 45. We are going to witness this miracle, a sign to us of your glory in January 2025 with the completion of our projects. With fasting and prayers, may this mission of St. Mary Vishudha home be answered. Nothing is impossible with you, Lord. We claim your promised word of power as in the book of Esther. Mordecai fasted and prayed, and all his prayers were miraculously answered. Hallelujah. You are a Hallelujah. wondering Lord. We pray for all those who have celebrated their birthdays and the wedding anniversaries this week. May your divine grace be with them all the days of the days to come. Almighty Father, we as one family go down on our knees to cry out and pray for us and Mary and Vishudha home mission, which is according to your will. We are strengthened to move forward to receive your blessings for this your marvelous doing. There is victory in the precious blood of Jesus. You are the Alpha and the Omega, our everlasting living God who answers all our prayers. O Prince of miracles, O Lord of Abraham, Isaac, and Jacob, nothing is impossible for you, my Lord. Help us, Lord, to be mindful of the needs of others and to give generously and joyfully to the poor and the homeless. And in doing this, we are fulfilling your will alone, as all that we have is yours and your gift to us. Your divine grace is sufficient for us, Lord. We offer this our tearful prayers in the name of your Son, Jesus Christ, our resurrected Lord, who taught us to love one another as you have loved us. Ego Ire, El Shaddai, Viranam Deva Malpada Mandri, Saukya Prabhu. Amen and Amen. Mark verses 35 to 45. The request of James and John. Then James and John, the sons of Zebedee, came to him. Teacher, they said, we want you to do for us whatever we ask. What do you want me to do for you? He asked. They replied, let one of us sit at your right and the other at your left in your glory. You don't know what you are asking, Jesus said. Can you drink the cup I drink, or be baptized with the baptism I am baptized with? We can, they answered. Jesus said to them, you will drink the cup I drink and be baptized with the baptism I am baptized with. But to sit at my right or left is not for me to grant. These places belong to those whom they have been prepared. When the 10 heard about this, they became indignant with James and John. Jesus called them together and said, you know that those who are regarded as rulers of the Gentiles lord it over them, and their high officials exercise authority over them. Not so with you. Instead, whoever wants to become greater among you must be your servant, and whoever wants to be first must be slave of all. For even the Son of Man did not come to be served, but to serve, and to give his life as a ransom for many. Praise the Lord. And so ഒരുപാട് സന്തോഷമുണ്ട്. വായിക്കപ്പെട്ട ബൈബിൾ വചനങ്ങളൊക്കെ ശ്രദ്ധിച്ചു. മോനിമാനിൽ വായിച്ച് ശ്രദ്ധിച്ചു. എല്ലാം ദൈവവചനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ തന്നെ.
വളരെയേറെ സ്വാധീനിക്കാൻ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള വചനങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. പാട്ട് പാടിയത് ഒരുപാട് അനുഗ്രഹമായി. ഒരുപാട് കേൾക്കാൻ കൊതിയുള്ള പാട്ടാണ്. വീണ്ടും വീണ്ടും പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. നല്ല പാട്ടാണ് പാടിയത്. അതുപോലെ തന്നെ ഷൈലാനിയുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. യു ആർ എ ഗിഫ്റ്റഡ് പ്രയർ, യു ആർ ഗിഫ്റ്റഡ് ഫോർ പ്രയർ. അതിന്റെ പരിശുദ്ധാത്മാവ് കൃപാർന്നു വന്നിരിക്കുന്ന ആളാണ് ഷൈലാൻഡി. ഷൈലയുടെ പ്രാർത്ഥന അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ അടുത്ത ദിവസം ജൂലൈ മാസത്തില് നമ്മുടെ വിശുദ്ധ ഭവനത്തിലുണ്ടായിരുന്നു. ഒരു 4-5 ദിവസമെങ്കിലും അവിടെ പല സന്ദർഭങ്ങളായിട്ട് കടന്നു ചെല്ലാൻ ഇടയായി. അവിടെ പലപ്പോഴും താമസിക്കാനിടയായി. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എത്ര പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. ഓരോ പേഷ്യന്റിനെയും തൊട്ട് പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും സംസാരിക്കുകയും അവരുടെ സങ്കടങ്ങളൊക്കെ മുഴുവൻ കേൾക്കുകയും ചെയ്തു. ഓരോരുത്തർക്കും വേണ്ടി ഇരുന്ന് കൊടുത്തു അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടു. അവർക്ക് പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും സങ്കടമുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചു. സന്തോഷമായി. അവര് വേറെ നേരത്തിൽ ഒരുപാട് സന്തോഷമായിരുന്നു. അമ്മമാരൊക്കെ പിടിച്ച് പ്രത്യേക ഉമ്മ എന്നാണ് വിട്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരുടെ സ്നേഹം അറിയിക്കാൻ പറഞ്ഞു. ഇതിനെ സഹായിക്കുന്ന എല്ലാവരെയും എല്ലാവരോടും പറയണം, ഞങ്ങളുടെ സ്നേഹം പറയണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞു. നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. ഓഗസ്റ്റ് 15 അവരെല്ലാവരും കൂടിയിരിക്കുന്ന പടം എടുത്ത് അയച്ചിരിക്കുന്നത് കണ്ടു കാണും. അതൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. അതിൽ സന്തോഷിക്കുന്നു. ഇന്ന് മോൻ വായിച്ച ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗം വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മോൻ വായിച്ച ഭാഗം ഓർക്കുന്നുണ്ട്. സബദി മക്കളുടെ കാര്യമാണ്. ജേക്കബ് ആൻഡ് ജോൺ, they went to Jesus and told, hey, we want to be in the left and right. എനിക്ക് സബദി മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത് അറിയാവോ? ഡിമാൻഡ് ചെയ്യുന്ന പാർട്ടിയാ. ഡിമാൻഡ് ചെയ്ത് ചോദിച്ച കാര്യം അമ്മ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോദിച്ചത്. ഏതായിരുന്നാലും കൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതല്ല കൂത്താട്ടുകുളത്ത് 2 പേരുണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. മിടുക്കന്മാരായിരുന്നു, വലിയ തടിയന്മാരും മല്ലന്മാരുമായിരുന്നു. അവരെ കുറിച്ച് പറഞ്ഞ ഇടിമക്കൾ എന്ന് പറയും. കൂത്താട്ടുള്ള ഇരട്ടകൾ. നോൺ ആസ് കൂത്താട്ടുള്ള ഇരട്ടകൾ. ഇവിടെ അടിക്കും പിടിക്കും ബേളത്തിന് എന്ത് പരിപാടി അവർ ഓടിച്ചെല്ലും, നടത്തിയെടുക്കും. അങ്ങനത്തെ ആൾക്കാരായിരുന്നു. എല്ലാവരും പേടിയായിരുന്നു അവരെ. എന്ന് പറഞ്ഞാൽ 2 തരം സമ്പാദ്യങ്ങളായിരുന്നു ഇവർ 2 പേരും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു. ദൈവകാരിൽ വന്നപ്പോൾ, യേശുവിൽ വന്നപ്പോൾ വലിയ മാറ്റം വന്നു. യോഹന്നാനെ കുറിച്ച് പറയുന്ന മറുപേരെന്താ? യോഹന്നാനെ കുറിച്ച് പറയുന്ന മറുപേരെന്താ എന്ന് പറയാമോ? സ്നേഹത്തിന്റെ അപ്പോസ്തലനായി മാറി അദ്ദേഹം. സ്നേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ എഴുതിയിരിക്കുമ്പോൾ ആരും എഴുതിയിട്ടില്ല, ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. സെയിന്റ് പോൾ എഴുതിയിട്ടുണ്ട് സ്നേഹത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി മാറി. യാക്കോബ് കർത്താവിന് വേണ്ടി ഒരുപാട് കഷ്ടം അനുഭവിച്ച ആളാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിനെക്കുറിച്ച് പോകുന്നില്ല. പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. മോൻ വായിച്ചതിന് തൊട്ട് മുമ്പ് 27-ാം സങ്കീർത്തനം 27-ാമത്തെ വാക്യം വായിക്കാൻ അയക്കുകയാണ്. മനുഷ്യർക്ക് അസാധ്യം തന്നെ. യേശു അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം തന്നെ, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് സർവ്വ സാധ്യം. എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ലോർഡ്. നമ്മൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. നമ്മുടെ പള്ളി പണിയണം, റിട്രീറ്റ് പണിയണം, നമ്മുടെ പാലിയേറ്റീവ് കെയർ പണിയണം. അതിനൊക്കെ എലവേറ്റർ പ്രത്യേക എക്സ്പെൻസീവ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒരുപാട് ബെഡ് ആവശ്യമുണ്ട്. ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഓർപ്പിക്കുകയാണ്, നമുക്ക് ദൈവത്തെ നമുക്ക് പ്രത്യേകമായി ശരണപ്പെടാം. മനുഷ്യരല്ല സാധ്യം, ദൈവത്താൽ സാധ്യം. ഇങ്ങനെ ഓർക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം വചനം വായിച്ച് പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. വചനം വായിച്ച് പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവം ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ, അസാധ്യം എന്നൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഞങ്ങളെ സാധ്യമാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കണ്ണീർ തുടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കണ്ണീർ തുടയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം വായിച്ച് സൗഖ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ശക്തിയാണ്. അതുകൊണ്ട് ദൈവമക്കളെ എല്ലാവരും ഓർപ്പിക്കുകയാണ്, we need to read the Bible. Just don't close the Bible. Before we close it, we need to pray ourselves. വായിച്ച ഭാഗത്തെ ദൈവമേ കാത്തുകൊള്ളണമേ, ദൈവമേ അനുഗ്രഹിക്കണമേ, ദൈവമേ കണ്ണീർ തുടയ്ക്കണമേ, ദൈവമേ സൗഖ്യം വരുത്തണമേ, ദൈവമേ കൃപ ചൊരിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനെ കാര്യം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയാണ്, അനുഗ്രഹമാണ്. എങ്ങനെ ഓർക്കാണ്? ഒരു സ്ത്രീ പ്രാർത്ഥിച്ചത് ഇങ്ങനെ ഓർക്കാണ്. അവര് ഐ തിങ്ക് കാസർഗോഡിൽ നിന്ന് ആ ഭാഗത്തുനിന്നാണ് തോന്നുന്നു. ആ സ്ത്രീ, അവൾക്ക് ഒരു കൊച്ചു കുടിലുണ്ട്. കുടിലില് അമ്മയും അപ്പനും 2 ആമക്കളും. അവർക്ക് അതിന് എന്നും പാമ്പാ. വീട്ടിൽ കയറി ചെല്ലും പാമ്പ്. തേക്കാത്ത വീടാ. പാമ്പ് അതിന്റെ പൊതിൽ കൂടെ കയറി ചെല്ലും. പലപ്പോഴും പാമ്പ് താഴേക്ക് വീഴും. പാമ്പ് മുകളിൽ കയറി താഴേക്ക് വീഴും. പാമ്പ്
ടിവിയിലൊക്കെ ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പാമ്പ് വീണ് താഴെ വീണ് കുഴപ്പങ്ങളുണ്ടാക്കി. അങ്ങനെ ആ സ്ത്രീ എന്നിട്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്ക് ഒരു വീടുണ്ടാക്കാന്നുള്ള സാധ്യമല്ല, ചിന്തിക്കാൻ പോലും സാധ്യമല്ല, വീട് എടുത്തേക്കാൻ പോലും സാധ്യമല്ല. അവളിങ്ങനെ പ്രാർത്ഥിച്ചത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചറിയാവോ? ദൈവത്തിന് സർവ്വം സാധ്യം, ദൈവത്തിന് സർവ്വം സാധ്യം, ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് സാധ്യം എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. കുറെ പ്രാവശ്യം ബൈബിൾ എഴുതിക്കൊണ്ട് പ്രാർത്ഥിച്ചു. വചനം എഴുതിക്കൊണ്ട് ഈ വചനം എഴുതിക്കൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും വചനം എഴുതും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും വചനം എഴുതും, പ്രാർത്ഥിക്കും. കുറേ പ്രാവശ്യം എഴുതി 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 മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ആ ഫാമിലിയെ അടുത്ത അയൽക്കാരൻ വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു, ചുമ്മാ ചെല്ലാൻ പറഞ്ഞു. അമ്മയപ്പനും 2 മക്കളും അങ്ങ് ചെന്നു. എന്ന് പറയാണ്, അവളുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് ഒരു വീടില്ലല്ലോ, ഞാൻ കുറച്ച് പൈസ തരാം, എൻ്റെ 5 ലക്ഷം രൂപ തരാം, 5 ലക്ഷം രൂപ തരാം, നിങ്ങൾക്ക് ഉള്ളപ്പോൾ ഉണ്ടാകുമ്പോൾ തന്നിച്ചാൽ മതി പറഞ്ഞു. തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഉണ്ടാകുമ്പോൾ തരുവാണെങ്കിൽ സന്തോഷമായിരുന്നു പറഞ്ഞു. 5 കൊല്ലം കൊണ്ട് തരാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവരുടെ മകൾക്ക് കല്യാണത്തിൽ വെച്ചിരുന്ന പൈസ, കല്യാണം ഉടനെ നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് അവരെ പൈസ കൊടുത്ത് 5 കൊല്ലം കഴിഞ്ഞേച്ച് മതി എന്ന് അവൾ പറഞ്ഞ് അങ്ങനെ ആ പൈസ കൊടുത്ത് ഇവർക്ക് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യമല്ലേ? അയലക്കാരൻ ഒരാൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തേച്ച് പറയാണ്, ഇഷ്ടമുള്ളപ്പോൾ തന്നേച്ചാൽ മതി, 5 കൊല്ലം തരുമോ, 5 കൊല്ലം കഴിഞ്ഞ് തന്നേച്ചാൽ മതി, അപ്പോൾ തരുവാണെങ്കിൽ സന്തോഷമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സഹായിച്ചു. അപ്പൊ ദൈവത്തിന്റെ വചനം, ദൈവത്തിന് സർവ്വവും സാധ്യം, സാധ്യം സാധ്യം സാധ്യം. ഇറ്റ് ഇസ് നത്തിങ് ഇമ്പോസിബിൾ ഇൻ ദ ലിസ്റ്റ് ഓഫ് ലോഡ്. നമ്മുടെ രോഗം സൗഖ്യമാക്കാൻ സാധിക്കുന്നു, നമ്മുടെ ഭാരം സൗഖ്യമാക്കാൻ സാധിക്കുന്നു, നമ്മുടെ പള്ളി പണിയാൻ സാധിക്കും, നമ്മുടെ ട്രീറ്റ് സെന്റർ പണിയാൻ സാധിക്കുന്നു, നമ്മുടെ പാലിയേറ്റീവ് കെയറിന്റെ എല്ലാ റൂംസും പണിയാനും അതെല്ലാം ഫർണിഷ് ചെയ്യാൻ സാധിക്കുന്നു, അതിൽ ബെഡ് സാധിക്കുന്നു, അതിന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്നു. അത് ജനുവരി മാസം അവസാനത്തേക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കപ്പെടുന്നു. പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനയാണ് ആവശ്യം. ദൈവത്തിന് സർവ്വവും സാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ വചനം എഴുതി പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ എഴുതി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മനസ്സിൽ ഉറച്ചു നിൽക്കുക, വചനം മാറി അത് ഉറച്ചു നിൽക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അത് ഉറപ്പിച്ചാട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പ്രവർത്തിക്കും. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം ഓർപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോ സമയം എടുക്കുന്നില്ല. ഏതായാലും പറയാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല, സർവവും സാധ്യമാണ്. രോഗാവസ്ഥയിൽ എന്നെ കേൾക്കുന്നവരുണ്ട്, അതിനെക്കുറിച്ച് ഭാരപ്പെടുന്ന കേൾക്കുന്നവരുണ്ട്, സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്. നമ്മുടെ തന്നെ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് ഓർക്കാം. എത്രയോ പേരവിടെ വിഷമിക്കുന്നു. സൂക്ഷിക്കുന്ന രോഗികളായി മാറുന്നവർക്ക് വിഷമമുണ്ട്. അവിടെ സൂക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിനും ഓരോ കഥ പറയാനുണ്ട്, ദുഃഖങ്ങളുടെ രോഗങ്ങളുടെ കഥ പറയാനുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാമത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒറ്റ വാക്കോ ഞാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും നീ കേൾക്കുന്നല്ലോ, ഞങ്ങളെല്ലാവരെയും നീ കാണുന്നല്ലോ, ഞങ്ങളുടെ മനസ്സിൽ സങ്കടം നീ അറിയുന്നുവല്ലോ, സന്തോഷം നീ അറിയുന്നുവല്ലോ, ഞങ്ങളുടെ ജീവിതഭാരം നീ അറിയുന്നുവല്ലോ, ആശങ്കകളും നീ അറിയുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യം നീ അറിയുന്നുവല്ലോ, എല്ലാം നീ അറിയുന്നുവല്ലോ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അവനോട് അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കേൾക്കണമേ എന്ന് യാചിക്കുന്നു. സ്വലസുലിയന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തോമാസ്ലിയ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സെയിന്റ് ജോസഫേ, പരിശുദ്ധനായ അങ്ങ് കുടുംബങ്ങളുടെ നാഥനാണല്ലോ, കുടുംബങ്ങളുടെ നാഥനായ അങ്ങ് അമ്മയോട് ചോദിക്കണമേ എന്ന് പറയണമേ, യേശുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർ ഗീവർഗീസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർ ബസേലിയോസ് ബാബ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർ ഗ്രിഗോറിയോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിന്നെ പൂർവ്വപിതാക്കന്മാരെല്ലാവരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം വരലണമേ. ആമേൻ.